നമസ്കാരം, നയം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ സ്ഥലത്തിന് ഒരു തഴവയല്ലേ, കരുനാഗപ്പള്ളി. ഓക്കെ, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ്. സാധാരണഗതിയിൽ നമ്മൾ വനം എന്ന് പറയുന്ന നമ്മളൊരു കാഴ്ചപ്പാടുണ്ടാവും. വനം എന്ന് പറയുന്ന കൺസെപ്റ്റ്, വീടെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്കുണ്ടാവും. പക്ഷെ വീട്ടിൽ ഒരു വനമുണ്ടായാൽ എന്തായിരിക്കും? അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ ഇന്ന് കടന്നു പോകാൻ പോകുന്നത്. ഈ ഒരു കൺസെപ്റ്റിൻ്റെ പേരാണ് തങ്കവനം. നമുക്ക് തങ്കവനത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നറിയാം. തങ്കവനത്തിൻ്റെ ശില്പി ഫൈസൽ സാറ് നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. സാറ് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടായിരുന്നു ഞാൻ മുമ്പ്. മുനിസിപ്പൽ സെക്രട്ടറി ആയിരുന്നു വിവിധ നഗരസഭകളിൽ. ഇപ്പോൾ പ്രൊമോഷനായി അസിസ്റ്റന്റ് ഡയറക്ടറായി. ഇപ്പം നമ്മുടെ ഈ തങ്കവനം വെച്ചതിന് ശേഷം കേരള സർക്കാരിൻ്റെ അവാർഡുകൾ ഒക്കെ ലഭിച്ചതോടൊപ്പം വിവിധ സംവിധാനങ്ങൾ നമ്മളിത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്ദർശകരുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ഏറ്റവും വിശിഷ്ടമായി എത്തിയിട്ട് ഇറ്റലിയിൽ നിന്നിട്ടുള്ള മൊറൈന എന്ന മാഡമാണ്. ഒപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ നാടിൻ്റെ പൈതൃകം പഠിക്കാനായി എത്തുന്നുണ്ട്. നമ്മുടെ നാടിന് മാത്രം സ്വന്തമായിട്ടുള്ള കുറേ സംസ്കാരങ്ങളുണ്ട്. അതൊക്കെ പഠിക്കാൻ വിദേശത്തു നിന്ന് പോലും ആളെത്തുന്നു. അതിന് ഒരു നിമിത്തമായി ഞാൻ മാറുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. സാറേ, ഞാനൊരു സംശയം സാറിനോട് ചോദിച്ചോട്ടെ. സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിലെ അല്ല ഒട്ടുമിക്ക നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പറമ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവിൽ ഈ കാടെന്നാണ് അതിനെ പറയുന്നത്. ചെടികളെല്ലാം കൂടെ കൂട്ടം കൂടിയുള്ളതിനെ കാടെന്നാണ് പറയുന്നത്. അപ്പോൾ കാട് വെട്ടിത്തെളിച്ചിട്ട് പിന്നെ കൃഷിയോഗ്യമാക്കുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെ ഒരു കൺസെപ്റ്റ്. സാർ അതിൽ നിന്ന് മാറിയിട്ട് കാടിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് സാറിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കണ്ണായ ഒരു സ്ഥലത്ത് ഇത് മൊത്തം എത്ര ഏക്കർ സ്ഥലത്താണ് ഇത്? 3 ഏക്കർ 10 സെന്റ് ഉണ്ട്. ഓക്കെ, 3 ഏക്കർ 10 സെന്റ് സ്ഥലത്ത് സാർ ഒരു കാട് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള പ്രധാനമായിട്ടൊരു കാരണം എന്താ? കാരണം സാർ മുമ്പേ ഞാൻ അതിന് ഉത്തരം പറയുന്നത് നിങ്ങളൊരു തിരിച്ചൊരു ചോദ്യമാണ്. നിങ്ങൾ പോയി യാത്രയൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ അവിടുത്തെ തണുപ്പും ചൂടും ഇവിടുത്തെ ആയിട്ട് വ്യത്യാസം. തീർച്ചയായിട്ടും നല്ല കൂളിംഗ്. വീട്ടിൽ ഫാൻ വേണ്ട, AC വേണ്ട. ചൂട് നാട് തിളച്ചു മറിയുമ്പോഴും ചൂട് കൊണ്ട് എൻ്റെ വീട്ടിലൊരു തണുപ്പാണ്. ആ തണുപ്പ് അന്വേഷിച്ചുള്ള യാത്രയെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. ഈ നമ്മുടെ രാജ്യം, നമ്മുടെ നാട് ശാന്തമായിട്ടുള്ള പ്രകൃതി സുന്ദരമായൊരു നാടാണ്. നമ്മളൊക്കെ കച്ചവട താല്പര്യത്തിൻ്റെ പേരിൽ മാത്രം പോകുമ്പോൾ എൻ്റെ കൃഷിക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ളത്. എനിക്ക് ആവശ്യത്തിന് തേങ്ങ കിട്ടുന്നുണ്ട്, എനിക്ക് മറ്റുള്ള എല്ലാ കൃഷികളും ഇവിടെ നടക്കുന്നുണ്ട്. ഒപ്പം ഈ പ്രകൃതിയെ എനിക്ക് സംരക്ഷിക്കാനും പറ്റുന്നുണ്ട്. നിങ്ങളത് അനുഭവഭേദ്യമാക്കണം. ഇവിടുത്തെ ഈ തണുപ്പ് അനുഭവപ്പെടുന്നു. ഇന്ന് ശിവരാത്രിയാണ്. ശിവരാത്രിക്ക് ശേഷം കേരളത്തിൽ ചൂടാണ്. പക്ഷേ എൻ്റെ ഇവിടെ ചൂടില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇത് നമ്മൾ ഏറ്റവും സൈഡിൽ നിൽക്കുന്നുണ്ടോ, കുറച്ചങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഏറ്റവും നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു പ്രദേശമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഈ നാട്ടിൽ ഈ മാരക രോഗങ്ങൾ പിടിപെടുന്നില്ല. അതിനുള്ള മരുന്നുകളൊക്കെ നമ്മളിവിടെ വളർത്തുന്നുണ്ട്. ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊന്നും പകർച്ചവ്യാധി വ്യാപിക്കുന്നില്ല എന്ന് നമ്മുടെ ആരോഗ്യവകുപ്പ് തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ്. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരും ഭയപ്പെടുന്നത് ഇഴജന്തുക്കളെ ഭയപ്പെടുത്തിക്കൊണ്ട് പാമ്പ് വരും എന്നുള്ളൊരു ഭയം. പക്ഷേ ഏറ്റവും വിവേകമുള്ള ഒരു ജീവിയാണത്. അത് അർബനൈസേഷൻ്റെ ഒരു ഭാഗമാണ് പാമ്പ് കടി എന്നുള്ളത്. ഒരിക്കലും വനങ്ങളുള്ളിടത്ത് ഒരാളെ പാമ്പ് കടിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം നമ്മൾ ഏറ്റവും വിവേകമുള്ളൊരു ജീവിയാണ്. ഒപ്പം തന്നെ നമ്മുടെ വീട്ടിലേക്ക് അത് പ്രവേശിക്കാതിരിക്കാൻ അണലിവേഗം പോലുള്ള ചെടികൾ നമ്മൾ നട്ടിട്ടുണ്ട്. അതിനിരിക്കാനുള്ള സൗകര്യം കൊടുത്തതോടൊപ്പം തന്നെ ഒരു നിശ്ചിത ഭാഗത്തിനപ്പുറത്തോട്ട് അത് വരുത്തില്ല. തീർച്ചയായിട്ടും പ്രകൃതി തന്നെ ഒരുക്കിയ പ്രതിരോധ മാർഗങ്ങളും ഞാനിവിടെ സംവിധാനിച്ചിട്ടുണ്ടെന്നുള്ള. അണലി വേഗം എന്നുള്ളൊരു ചെടി, കയ്പനരച്ചി എന്നുള്ളത് സർപ്പങ്ങൾ, പത്തിയുള്ള പാമ്പുകളും വരുത്തില്ല. കയ്പനരച്ചിയുള്ള. പിന്നെ നമ്മുടെ ഹനുമാൻ തേടിപ്പോയി ഹനുമാൻ ഈ മരുത്തോമല തേടിപ്പോയപ്പം ഒരു മരുന്ന് തേടിയായിരുന്നു. ആ ചെടിയുടെ പ്രത്യേകത അത് ഈ പാമ്പുകളെ അകറ്റുമെന്നുള്ള. പിന്നെ ഒടികാൽ ഞൊണ്ടെന്ന് പറഞ്ഞൊരു ചെടിയുണ്ട്. അതിൻ്റെ പേര് തന്നെ പാമ്പ് കടിക്കുമ്പം ബോധം എടുക്കുമ്പോൾ നമുക്ക് എണ്ണീറ്റ് നിൽക്കാം, ഞൊണ്ടി വീട്ടിൽ ചെല്ലാവുന്ന അതിൻ്റെ അർത്ഥം. ആ ചെടികളൊക്കെ പാമ്പിന് ഭയമുള്ള ചെടികളാണെന്നാണ് നമ്മുടെ പരമ്പരാഗതമായ വിശ്വാസം. അത് എനിക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട്.
ഒപ്പം തന്നെ ഞാൻ അതിനാവശ്യമായ സൗകര്യം, പാമ്പില്ല എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, ഉണ്ട്, പക്ഷെ നമുക്കത് പ്രതിരോധിക്കാനും പറ്റും എന്നുള്ളതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ഇനി ഒരു കാര്യം കൂടെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്, നാഗമോഹിനി എന്ന് പറഞ്ഞൊരു പക്ഷി ഇന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. ഹിമാലയത്തിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന മിക്ക ദേശാടന പക്ഷികൾ ഇവിടെ വരുന്നുണ്ട്. ഞാനത് കണ്ടിട്ടില്ല, ഇപ്പോൾ ഉണ്ടായിരുന്നു ഇവിടെ. നിങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ നാഗമോഹിനി ഉണ്ടായിരുന്ന ഒരു എണ്ണയാ. അതിൻ്റെ പെണ്ണിന് വെള്ളയും പുരുഷന്മാര് ചാരക്കള്ളറോ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് നമ്മൾ പിടിച്ചിട്ടുള്ള അങ്ങനെ ഒരുപാട് വിദേശ പക്ഷികൾ ഇരിക്കുന്നുണ്ട്. നമ്മുടെ പരവൂരിലെ ശിവക്ഷേത്രത്തിൽ മാത്രം അവശേഷിക്കുകയാണെന്ന് പറയുന്ന ഒരു മരമാണ് ഇത്, പനച്ചിമരം. ഇത് നമ്മുടെ പൂർവ്വകാലങ്ങളിൽ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അപൂർവങ്ങളാണ്. പക്ഷെ നമ്മള് പരവൂര് മാത്രമല്ല, തഴവയിൽ ഒരു ക്ഷേത്രക്കാവിലും കണ്ടെത്തിയിട്ടുണ്ട്. ഈ കുളവെട്ടിയുടെ അത്രയും എൻഡേഞ്ചർ അല്ലെങ്കിലും വളരെ അപൂർവമായ ഒരു 100-ൽ താരം മഴങ്ങൾ മാത്രമേ കേരളത്തിൽ അവശേഷിക്കുന്നു. അതാണ് പനച്ചിമരം. സ്പെഷ്യാലിറ്റി എന്താണ്? പനച്ചിയുടെ കായിൽ നിന്ന് നമ്മൾ ഈ മദ്യം ഉപയോഗിക്കാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് ശരി. ഫെർമെന്റ് ചെയ്തിട്ട് ഫെർമെന്റേഷൻ നടത്തിയിട്ടല്ലേ? ഇത് കരുനാഗപ്പള്ളി തൊടിയൂർ പുലിയൂർ മഞ്ചിവങ്ക് തങ്കവനം എന്ന് പറയും. പുള്ളിയിൽ വീട്ടിലാണ് ഞങ്ങളുടെ മാതാവിൻ്റെ ഓർമ്മയ്ക്കായി കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് നട്ടു വളർത്തിയതാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുന്ന ഒരു സ്ഥലമായി ഇത് മാറിയത് കൊണ്ടാണ് സംസ്ഥാന വനമിത്ര അവാർഡ്, സംസ്ഥാന തലത്തിൽ തന്നെ ഹരിത വ്യക്തി അവാർഡ്, ബയോഡൈവേഴ്സിറ്റിയുടെ ബോർഡിൻ്റെ ഹരിത വ്യക്തി അവാർഡും ഈ സ്ഥലത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒരു തിക്ക് ഫോറസ്റ്റ് എന്നതിലുപരി കേരളത്തിൽ നഷ്ടം അന്യമായിക്കൊണ്ടിരിക്കുന്ന 1512 മരങ്ങൾ ഈ വസ്തുവിൽ ഞങ്ങൾ നട്ടു വളർത്തുന്നുണ്ട്. ഒപ്പം ഒരുപാട് ദേശാടന കിളികളും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പ്രത്യേകത നാടുമായി ചേർന്ന് നിൽക്കാനാണ് ഞങ്ങളുടെ മാതാവിൻ്റെ ഓർമ്മകൾ നിലനിർത്താൻ നടത്തിയ എളിയ ശ്രമം. കാലവും പ്രകൃതിയും ഞങ്ങളോടൊപ്പം നിന്നതുകൊണ്ടാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് ഇത്രയും പ്രസിദ്ധിയാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. പ്രത്യേകത എന്താണത്? ഇതോടൊന്ന് പറഞ്ഞു തരുമോ? ഇത് കുളവെട്ടിമരം എന്ന് പറയും. തൃശ്ശൂരിലെ കലശമലയിൽ മാത്രമാണ് ഇത് അവശേഷിക്കുന്നത്. അവിടുന്ന് നമ്മൾ കൊണ്ടുവന്ന് വെച്ചതാണ്. ഇവിടെ 5 മരങ്ങൾ ഇവിടെ വളരുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ സൈസുകൾ വളർന്നത് ഇതാണ്, കുളവെട്ടി. ഇത് വംശനാശം സംഭവിച്ചു പോയ എൻഡേഞ്ചർ സ്പീഷീസിലുള്ള ഏറ്റവും പ്രധാനമേറിയ ഒരു മരമായി. ഫലവൃക്ഷമാണോ? ഡീറ്റെയിൽ നമുക്ക് അറിയത്തില്ല, എനിക്ക് ഞാൻ അവരുടെയൊക്കെ പറഞ്ഞു കൊടുത്തത്. വംശനാശം സംഭവിച്ച് നമ്മൾ സർക്കാർ അംഗീകരിച്ച ഒരു മരം. മൊറൈന എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു കൂട്ടുകാരി ഉണ്ട്. ആള് ഇറ്റലിയിൽ നിന്ന് വന്നിരിക്കുകയാണ് നമ്മുടെ ഈ തങ്കവനത്തെ പരിചയപ്പെടാൻ വേണ്ടി. അപ്പോൾ അതിൽ സാറ് അതിൻ്റെ ഡീറ്റെയിൽസ്, മരങ്ങളുടെ ഡീറ്റെയിൽസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. I can't touch the inside. നല്ല ആഴമുണ്ടല്ലേ? നല്ല ആഴമുണ്ട്, എനിക്ക് നിൽക്കാൻ ഒക്കത്തില്ല. സാറേ ഇതെന്താണ് സംഭവിച്ചത്? ഇത് ചിറ്റരത്ത രാസ്നാദി എന്ന് പറയും. നമ്മൾ പനി വരുമ്പോഴൊക്കെ തലയിൽ പറിക്കുന്ന രാസ്നാദിയുടെ അതിനകത്തൊരു പ്രധാന ഘടകമാണ് ഇത്. പേരെന്താ? ചിറ്റരത്ത. 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 അത് ശരി. അത് കൊടുവേളിയാന്നേ, കൈ പൊള്ളുവേ. എന്റെ കിഴങ്ങെടുത്ത കൈയുടെ തൊലി അങ്ങ് സൂപ്പർ വേണം. ഇതാണ് അണലി വേഗം. ഇത് ഈ അണലി വരാതിരിക്കാനുള്ള പ്രതിരോധ മരുന്നായിട്ട് അല്ലെങ്കിൽ ചെടിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. വയനാട്ടിലുള്ള ഈ പട്ടിക വർഗ വിഭാഗങ്ങള്, വനവാസികള് കാട്ടിൽ പോകുമ്പോൾ, വിറകെടുക്കാനൊക്കെ പോകുമ്പോൾ പാമ്പ് കടിച്ചാൽ ഇവർ ഇത് കഴിക്കുമെന്നൊക്കെ പറയപ്പെടുന്നു. ഇതിന്റെ ആധികാരികത ഒന്നുമില്ല, ഞാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചതാ. പിന്നെ കുറച്ചുകൂടെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇതിന്റെ ചുവട്ടിൽ അണലി വന്ന് കിടന്ന് മരിച്ചു വീഴുമെന്നൊക്കെ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ നമ്മൾ അതൊക്കെ ഒരു
പറച്ചിൽ നാട്ടിലെ ഒരു ഇതാണെങ്കിൽ പോലും ആ ഈ ചെടിയുടെ പരിസരത്തോട്ട് അണലി വരുത്തില്ല. ശരി. ആ മരത്തിന്റെ പ്രത്യേകത എന്താ? അത് എലിഫന്റ് ആപ്പിൾ എന്ന് അറിയപ്പെടുന്നത്. ആ ഈ എലിഫന്റ് ആപ്പിള് നമ്മൾ അതിന്റെ ചെറിയ പരുവത്തിൽ നമുക്ക് അച്ചാറൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ പറ്റും. ആ ഇത് ആന കുരങ്ങൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്ത് വലിപ്പം ഉണ്ടാവും? സബർ ജില്ലയുടെ കൂട്ടിരിക്കും. അത് ശരി. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചിക്കുന്റെ ഒക്കെ വലിപ്പം ഉണ്ടാവും? ചിക്കു ഫ്രൂട്ടിന്റെ ഒക്കെ വലിപ്പം ഉണ്ടാവും? ചിക്കുനേക്കാൾ കുറച്ചുകൂടെ വരും. ആ ചിക്കു എന്ന് പറഞ്ഞാൽ സപ്പോർട്ടേ നമ്മുടെ അതന്നെ. ഇത് അതിൽ കുറച്ചുകൂടെ വരും. ആ വന്നിട്ട് ഇത് കഴിച്ചു കഴിയുമ്പോൾ ചെറുത് രീതിയിലുള്ളൊരു മയക്കോ അതിന് അനുഭവപ്പെടുമെന്നൊക്കെയാ യൂട്യൂബുകളിൽ കൂടെ അറിഞ്ഞ ഒരു അറിവാണ്. പക്ഷെ ഇത് ചെറിയ പരുവത്തിൽ പിടിച്ച 2-3 ഞങ്ങൾ അച്ചാറിടാൻ ഉപയോഗിച്ച് മയക്കൊന്നും വന്നില്ല. അത് പഴുത്ത് കഴിഞ്ഞിട്ടല്ലേ അത് ഇതിങ്ങനെ വരുമെന്നാണ് അറിയപ്പെടുന്നത്. അത് ശരി. എലിഫന്റ് ആപ്പിൾ അല്ലേ? എലിഫന്റ് ആപ്പിൾ. നാഗവള്ളി. ശരി. ഇതൊരു ഒരു ഒരു വളരെ വിശിഷ്ടമായ ഒരു ചെടിയാണ്. ഇതിന്റെ ഓരോ ആ വളവിലും ആന്റിവനം സംഭരിച്ചിട്ടുണ്ടെന്ന പഴയകാല വൈദ്യന്മാർ പറയുന്നത്. ശരി. നമ്മൾ ഹാർട്ട് അറ്റാക്കും ഒക്കെ വരുമ്പോൾ ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നാഗവള്ളി എന്ന ഇതറിയപ്പെടുന്നു. ശരി. അതിന്റെ അപ്പുറത്ത് കിടക്കുന്ന വള്ളിയാണ് വെമ്പാട എന്ന് പറയും. ഇത് ഇത് ഞാനിപ്പോ അതാണ് എടുത്തത്. ഇത് വെമ്പാട. ഇതാണ് നാഗവള്ളി. ഇതാണ് നാഗവള്ളി. ഓക്കെ. നാഗത്തിന്റെ കൂട്ട് തന്നെ. അത് ശരി. പറഞ്ഞ് കാണിച്ച തെറ്റിപ്പോ. ഇത് നാഗവള്ളി. ഗ്രേറ്റ്. ഇത് വെമ്പാട എന്ന് പറയും. ഇത് നമ്മുടെ അഗസ്ത്യമലയിലെ മാത്രം കാണുന്ന ഒരു സ്പീഷീസാണ്. ഇതാണ് പിന്നെ നമ്മുടെ മുഖത്തൊക്കെയുള്ള ഈ തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണിത്. ദിനേശവല്ലി എണ്ണയെന്ന് പറഞ്ഞൊരു എണ്ണയുണ്ട്. അത് ഇതിന്റെ ഈ ചെടിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് അത്. അത് ശരി. അമേരിക്കൻ വംശീയ ചെടിയാണ് കൊക്കക്കോള മരം. കൊക്കക്കോള കമ്പനി തുടങ്ങിയത് തന്നെ ഇതിന്റെ ഇതാണ് അവരുപയോഗിക്കുന്നതെന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ടാണ്. എന്താണ് പ്രത്യേകത? കൊക്കക്കോള മരം കൊക്കക്കോളയ്ക്കകത്ത് ഇതിനകത്തൊരു അവരുപയോഗിച്ച അതാണ്. എന്താണ് പിടിക്കുന്നതെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. ഈ മരം ഒരു അമേരിക്കൻ വംശ മരമാണ്. ആ കമ്പനി തന്നെ ഈ ചെടിയിൽ നിന്ന് രൂപപ്പെട്ടിരിക്കുന്നു. ഇതാണ് കടമ്പ്. ഏതാ വലിയ മരം? ആ മരത്തിന് ഒരു പ്രത്യേകതയുള്ളത്, ശ്രീകൃഷ്ണൻ പിന്നെ ബാലികമാരുടെ തുണിയെടുത്ത് കേറി എന്ന് പറയപ്പെടുന്ന ഒരു മരമാണ്. അത് കുഞ്ഞുങ്ങൾക്ക് വരെ അതിന്റെ മേളിൽ വരെ കേറാം. അത് ആലോചിക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നിപ്പോകാറുണ്ട്. ശിഖരം അടുത്ത് താഴേം തൊട്ടേ നിലവിളക്ക് പോലെ പോകുന്നത്. കടമ്പെന്ന് പറയും. കടമ്പ് മരം എന്ന് പറയും. ഇതാണ് പുത്രൻ ജീവ മരം എന്ന് പറയുന്നത്. പുത്രൻ ജീവ. ഇതിന്റെ പ്രത്യേകത, ദശരഥ മഹാരാജാവ് പുത്രികാമഷ്ടി യാഗം നടത്തിയത് ഈ ചെടി കൊണ്ടാണ്. പക്ഷെ ഇത് പുരുഷ സന്തതികൾ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ചെടി അത് ബന്ധപ്പെട്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കണ്ട. ഇത് കപ്പൽ മരം. ഇതിനൊരു ഫ്രൂട്ട് ഉണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ വേർപ്പിനും നമ്മുടെ പുറത്തു പോകുന്ന എല്ലാത്തിനും പെർഫ്യൂമിന്റെ മണമാണ്. ഇത് മലേഷ്യയിൽ മാത്രമുള്ള ഒരു ചെടിയായിരുന്നു. അന്നത്തെ രാജാവ് ഇത് പുറത്തോട്ട് വിട്ടിരുന്നില്ല. പക്ഷെ ഇപ്പൊ എല്ലായിടവും ജനാധിപത്യം വന്നപ്പോൾ നമ്മുടെ രാജ്യത്തിന് ഈ മരം കിട്ടി. പെർഫ്യൂം ഫ്രൂട്ട് അല്ലെങ്കിൽ കപ്പൽ മരം എന്ന് അറിയപ്പെടും. ഒരു ചെടിയും കൂടെ ഉണ്ട്. ഒരു ദിവസം മൊത്തം കണ്ട് നടന്നാലും തീരില്ല അല്ലേ? ഇതാണ് ആമസോണിലെ അസായി ബെറി എന്ന് പറയുന്നത്. അസായി ബെറി. ആമസോണിൽ ഇപ്പൊ കയറാൻ പറ്റുന്നുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ടൂറിസ്റ്റുകളുടെ വീഡിയോയിലൊക്കെ കാണാം അസായി മരങ്ങൾ അടിച്ചു നിൽക്കുന്നു. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മള് പിന്നെ ഇതിന്റെ കായിട്ട് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അണയ്ക്കത്തില്ല. അണയ്ക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ടയർഡാവത്തില്ല. അപ്പോൾ അതിനുവേണ്ടി അവിടുത്തെ ഈ ബ്രസീൽ അർജന്റീന ഫുട്ബോളിനകത്ത് പിടിച്ചു നിൽക്കുന്ന ഇതാണെന്നൊരു വെപ്പുണ്ട്. ഇത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നല്ല ടെസ്റ്റിലൊന്നും നമുക്ക് അറിയത്തില്ലല്ലേ. ഇത് നമുക്ക് നല്ല ഉന്മേഷം തോന്നും. അത് ശരി.
അസായിബറി. സായിബറി കറക്റ്റ് തെങ്ങിന്റെ ഓല പോലെ ഉണ്ടല്ലേ? ആ അതേ ഉള്ളു. ചെറിയ കായ എന്നേ ഉള്ളു. നമ്മുടെ മൈസൂർ പാക്കിന്റെ അത്രേ ഉള്ളു. അല്ല, അപ്പൊ അതെങ്ങനെ പച്ചക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണോ? പച്ചക്ക് കഴിക്കത്തില്ല, അതെടുത്ത് ജ്യൂസ് അടിച്ചിട്ട് അഴിച്ച് കഴിക്കണം. ആ പാക്കിന്റെ ചാറുണ്ടല്ലോ, അതുപോലെ ഒരു ചാറ് ഇതിനകത്ത്. അത് ശരി. ഇത് ജിഞ്ചർ ടോർച്ച് എന്ന് പറയും. ഇതൊരു ഫ്ലവറിംഗ് പ്ലാന്റ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഇതളുകൾ മാസങ്ങളൊന്നും നിൽക്കും. ഇത് നമ്മൾ ജ്യൂസൊക്കെ അടിച്ചു കുടിക്കും നമ്മൾ. ഇതിന്റെ 5 കളർ എനിക്കുണ്ട്. ഇപ്പൊ പൂവായിട്ട് നിൽക്കുന്ന ഒരു കളറേ ഉള്ളൂ. വെള്ള, പിങ്ക് ഒക്കെ ഉണ്ട്, നമ്മുടെ വയലറ്റ് കളറിലുള്ള ഒക്കെ ഉണ്ട്. ഇപ്പൊ ഈ ഒരു റോസ് കളർ മാത്രമേ ഉള്ളൂ. ഇഞ്ചിയുടെ ഇനത്തിൽപ്പെട്ടതാണല്ലേ? ഇഞ്ചി വർഗത്തിൽപ്പെട്ടതാണ്. ഓ അത് ശരി. ജിഞ്ചർ ടോർച്ച് എന്ന് അറിയപ്പെടുന്നു. ജിഞ്ചർ ടോർച്ച്. ഓക്കെ. സാറ് പറഞ്ഞില്ലേ ജിഞ്ചർ ടോർച്ച് എന്ന് പറഞ്ഞൊരു ഓറഞ്ച് കളർ ചെടി ഉണ്ടല്ലോ, അതിന്റെ വൈറ്റിന്റെ ചെടിയാണ്. വയലറ്റിന്റെ ചെടിയാണ്, വയലറ്റ് കളർ ചെടിയുടെ തൈ അത് കേട്ടോ. ഇത് കരിമുള, ഒരു വെറൈറ്റി ഉള്ള മുള ഇനമാണ്. കരിമുള എന്ന് മാത്രമാണ് അറിയപ്പെടുന്നത്. നല്ല ബലമാണ്, പല പ്രവൃത്തികൾക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തേക്കുന്ന ഇനി ഓഫ് ചെയ്യണ്ട, പെട്ടെന്ന് പറഞ്ഞു. തൊട്ടപ്പുറത്തേക്കുന്നത് കായമരം. കായം നമ്മൾ ഈ ഭക്ഷണത്തിൽ ഉണ്ടാക്കുന്ന കായം. ഇതിനെ കറയാണോ ഉപയോഗിക്കുന്നത്? ഇതിന്റെ കറയാണ് ഉപയോഗിക്കുന്നത്. അത് ശരി. ഇതാണ് കൃഷ്ണനാല്. ഈ ആലിന്റെ പ്രത്യേകത പറഞ്ഞു കേൾക്കുന്നത്, കൃഷ്ണൻ നെയ് കുടിച്ച ആലെന്ന. അതിന്റെ ബാക്ക് സൈഡ് എപ്പോഴും കുമ്പിള് കുത്തിയോലിരിക്കും, ഇലയുടെ ബാക്ക് സൈഡ്. അത് ശരി. അതാണ് ഇതിന്റെ പ്രത്യേകത. നെയ് കുടിച്ചാല് ശ്രീകൃഷ്ണൻ നെയ് കുടിച്ച ഈ ഇല വെച്ചാണ് ഈ പേര് കിട്ടിയെന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ മുളകളുണ്ട് വ്യത്യസ്തമായിട്ടുള്ള. എന്റെ സാറേ മുളകള്. ഇതാണ് തങ്കമുള്ള് എന്ന് പറയുന്ന ചെടി. തങ്കമുള്ള്. ഈ ചെടിയുടെ ബാക്ടീരിയയും വൈറസിനെയൊക്കെ അബ്സോർബ് ചെയ്ത് നാട്ടില് പിന്നെ പകർച്ചവ്യാധിയെ തടയുമെന്നാ പറയപ്പെടുന്നത്. അപ്പൊ ഇത് തങ്കമുള്ളെന്നറിയപ്പെടുന്നു. ഇത് മരുന്നുകൾ, ഈ അസുഖങ്ങൾ പടരാതിരിക്കാനായി, പ്രതിരോധത്തിനായി ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. ഇത് വളരെ അപൂർവമായ ഒരു ഔഷധ ചെടിയാണ്, ഉത്കണ്ഠകം. ഈ ചെടിയുടെ പേര് ഉത്കണ്ഠകം എന്നാണ്. ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നതിന്റെ ആധികാരികത ഞാൻ പറയുന്നില്ല, അത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ശരി. ഈ കാണുന്ന നമ്മുടെ ഈ പന്തലിന്റെ പ്രധാനം വള്ളിമുളയാണ്. ആ വള്ളിമുളയുടെ ഭാഗം ഈ കാണുന്നത്, ഈ മുള്ളു പോലെ കാണുന്നത് ഇത് ചെടി. വള്ളിമുള പകുതി ഭാഗം കവർ ചെയ്തിരിക്കും നമ്മൾ. അത് വള്ളിമുള. ശരി. മുള വർഗത്തിൽപ്പെട്ട തന്നെ വള്ളിയാ. ഇത് പുല്ലാഞ്ഞി വള്ളി. ഇതിന്റെ 2 ഭാഗത്ത് നമ്മൾ ഒരുമിച്ച് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നിറയെ വെള്ളം കിട്ടും. വെള്ളം ജലം സംഭരിച്ച് വെച്ചിരിക്കുകയാണ്. 2 സൈഡിലും ഒരേപോലെ വെട്ടണം, അല്ലെങ്കിൽ കാപ്പിലറി റൈസ് അടിച്ചാൽ മറുഭാഗത്തേക്ക് വെള്ളം അങ്ങ് പോകും. നമ്മൾ ഇവിടെ വെട്ടുമ്പം തന്നെ വേറൊരു ഭാഗത്തും വെട്ടിയിട്ട് അത് പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാമെങ്കിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം സംരക്ഷിച്ച് വെച്ചിരിക്കും ഇതിന്റെ ഉൾഭാഗത്ത്. അത് ശരി. മുറിക്കുകയല്ല ചെയ്യുന്നത്, ജസ്റ്റ് കട്ട് ചെയ്യുക. ഒരേ ടൈപ്പിലായിരിക്കണം, അല്ലെങ്കിൽ മുറിച്ചയിലിട്ടിട്ട് കൊത്തരുത്. ഒരേ ടൈപ്പ് കട്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് പാത്രത്തിലോട്ട് നമ്മളങ്ങ് ചെയ്താൽ വെള്ളം കിട്ടും നമുക്ക്. ഇത് താതിരിപ്പൂ, കഷായമൊക്കെ പുളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു മരമാണ്. ഇതിന്റെ പൂ ഉപയോഗിച്ച താതിരിപ്പൂ എന്ന് പറയും. കഷായം ഫെർമെന്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടി. ഇത് മുട്ടിപ്പഴം. ഇത് ഇതിന്റെ ചെവിട് ഭാഗത്ത് നമ്മൾ ഇതിന്റെ കാ പിടിക്കുന്നത് മുട്ടിപ്പഴം എന്ന് പറയും. എണ്ണകൾ ഉണ്ടെങ്കിലേ ഇത് പിടിക്കത്തുള്ളൂ. 2 മരങ്ങൾ വേണം. അത് ശരി. എല്ലൊടിയൻ, പഴയ കാലത്ത് എല്ലൊടിയുമ്പം പ്ലാസ്റ്ററിന് പകരം ഇതിന്റെ തൊലി അരച്ചിടുവായിരുന്നു ചെയ്യുന്നത്. അത് ശരി. എല്ലൊടിയൻ. ഇത് നമ്മുടെ സിനിമയിൽ, ആട് സിനിമയിലൊക്കെ സൂചിപ്പിക്കുന്ന നീലക്കൊടുവേലി. ഇത് ആയുർവേദിക് മെഡിസിൻ 3 സൈസ് കൊടുവേലി ഉണ്ട്. അതിൽ നീലക്കൊടുവേലി ഉണ്ട്.
അത് ശരി. ഇത് മുഞ്ഞ എന്ന് പറയുന്ന ഈ കാണുന്ന മരം ആ പിന്നെ ഇടംപിരി വലംപിരി. ഇതിന് ഒരെണ്ണം ക്ലോക്ക് വൈസും ഒരെണ്ണം ആന്റി ക്ലോക്ക് വൈസും ആയിരിക്കും ഇതിന്റെ ആ ഇത്. ആ ഓ ശരി. This is hazelnut. No? അത് It's ശരി. not hazelnut. one string is clockwise and another is anti clockwise. Oh, interesting. ഇതാണ് ഹനുമാൻ തേടിപ്പോയ മധ്യസഞ്ജീവനി. ആ അത് ശരി. ഇത് പാമ്പ് വരത്തില്ല, ഒപ്പം തന്നെ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള മുറിവുകൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഓ ഗ്രേറ്റ്. ആ ഇത് നമ്മുടെ സൈലന്റ് വാലിയുടെ ഒരു സന്തതിയാണ്. ആ വെടിപ്ലാവ് എന്ന് പറയും. എന്താ സാറേ? വെടിപ്ലാവ്. ആ ഇതിന്റെ പ്രത്യേകത ഇത് ഈ സിംഹവാലം കുരുങ്ങ് ഇതിന്റെ കായ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അത് ശരി. ആ ഇതാണ് വെടിപ്ലാവ്. പ്ലാവ് വർഗത്തിൽപ്പെട്ട അല്ലേ? പ്ലാവ് വർഗത്തിൽപ്പെട്ടതാ. പക്ഷെ ഇതിന്റെ ഒരു കായുണ്ട്, അത് മഴ സമയത്താണ് പിടിക്കുന്നത്. അപ്പം എങ്ങും ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് ഇത് അത് ആശ്രയിച്ചു. ആ അത് ശരി. ഓ ഓക്കെ. ഇത് നമ്മുടെ ചക്ക പോലെ രുചിയുള്ള ആഞ്ഞലിക്കാട് അത്രയേ ഉള്ളൂ. അത്രേ ഉള്ളു. ഇതാണ് മൂർക്കം പാമ്പ് കടിക്കുമ്പോൾ ഉള്ള വിഷത്തിന് ഉപയോഗിക്കുന്ന ഓ ഊട്ടിക്കാൽ ഞൊണ്ടൻ. ആ ആ ശരി. ഇത് ശിവകുണ്ടലം എന്ന് പറയുന്ന മരമാണ്. ആ ഇത് മഹാവില്ലം. വെറും വില്ലം എന്ന് പറയുന്നത് നമ്മുടെ അല്ല, ഇത് മഹാവില്ലം എന്നറിയപ്പെടുന്നത്. ഓക്കെ. മഹാവില്ലോ. ഇത് ഏകനായകം, ഷുഗറിന്റെ മരുന്ന്. ആ ശരി. ഏകനായകം. എടുത്തേരെ പേരേ ആ ഓർമ്മ വരുന്നില്ല. ആ കുഴപ്പമില്ല. ഇത് അഗസ്ത്യമലയിൽ മാത്രം കാണപ്പെടുന്നൊരു ഒരു ഔഷധ ചെടിയായത്. ആ ഈ സിദ്ധവൈദ്യത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ആ ആ ഇത് സാറേ ഒരു ദിവസം കൊണ്ടൊന്നും പറഞ്ഞു തീരില്ല. സാർ അതുകൊണ്ട് തന്നെ ഓടിച്ചിട്ട് പറയാന്ന് എനിക്കറിയാം. ഇത് പിന്നെ ഒരു ദിവസം തന്നെ പൂവിട്ട് കായ്ക്കുന്ന ഒരു പുല്ലായത്. ആ ആ ശരി. ആ അതിനൊരു വേറൊരു പേരുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാൻ അതും മറന്നുപോയാണ്. ഓർക്കത്തില്ല, എല്ലാം കൂടെ ഓർക്കാൻ പാടാ. അതുപോലുള്ള വെറൈറ്റീസ് അല്ലേ ഇത്? അപ്പുറത്ത് വാ, ആ കായ എടുക്ക്. ആ ഇത് പഴയ സന്യാസി വര്യന്മാരൊക്കെ വെള്ളം ശേഖരിക്കാൻ ഉപയോഗിച്ചിരുന്ന കമണ്ടലു മരമായത്. ആ ശരി. ആ കമണ്ടലുവിൻ്റെ ഒരു കാ പിടിച്ച് നിൽപ്പുണ്ട്. ശ്രീലങ്കയുടെ ദേശീയ വൃക്ഷമായ ശിംശിബ വൃക്ഷമായിരുന്നു. ആ ശരി. സീതാദേവിയായിട്ട് ബന്ധപ്പെട്ട. ആ ഓക്കെ, അറിയാം അറിയാം. സീതാദേവി ഇരുന്നെന്ന് പറഞ്ഞ ശിംശിബ വൃക്ഷ ചുവട്ടിലല്ലേ? അശോകത്തിലെ ശിംശിബ. അത് തന്നെ. ആ കഴഞ്ചി എന്ന് പറയും. പഴയ കാലത്തെ നമ്മൾ അളവ് ഇതിന്റെ കായായിരുന്നു ഉപയോഗിക്കുന്നത്. എന്തിന്? ഒരേ അളവാ ഇതിന് ഒരു കഴഞ്ചി, രണ്ട് കഴഞ്ചി. ആ ഓക്കെ ഓക്കെ. ആ അപ്പൊ ഈ കഴഞ്ചി മരം എന്ന് പറയുന്നത് ഇതിന്റെ ആ കഴഞ്ചി മരമായിരിക്കും. അത് ശരി. കഴഞ്ചി മരം. സാറേ കർപ്പൂര മരം. ആ ഇതിന്റെ ഇലയൊക്കെ ഇട്ട് എക്സ്ട്രാക്ട് ചെയ്താൽ കർപ്പൂരം എടുക്കുന്നത്. അത് ശരി. ഇത് രുദ്രാക്ഷ, സാധാരണ രുദ്രാക്ഷ മരം. ആ ശരി. ഈ ചെറിയ കായായിരിക്കും ഇതിൻ്റെ. ആ ഇനി നമ്മൾ ചന്ദ്രമുഖി രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ വലുതുണ്ട്. ആ ചന്ദ്രമുഖി രുദ്രാക്ഷം. ആ ആ ഇത് വലിയ രുദ്രാക്ഷം. ആ ആ ഓക്കെ. ഫൈസൽ സാറിനോടൊപ്പം 3 ഏക്കർ സ്ഥലം ചുറ്റി കറങ്ങി ഒരു പരിവായി. അത്യാവശ്യം കുറേ പ്ലാന്റുകൾ മാത്രം ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു. അത്യാവശ്യം കുറച്ച് പ്ലാന്റുകൾ മാത്രമേ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു പ്ലാന്റ് മൊത്തത്തിൽ നമുക്ക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൂടുതൽ എടുക്കും, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട്. അപ്പോൾ എന്നിട്ട് പോലും ലിമിറ്റ് സാറിങ്ങനെ കുറേ വളരെ അത്യാവശ്യമുള്ള പ്ലാന്റുകൾ പരിചയപ്പെടുത്തി ഞാനൊരു പരിവായി. അപ്പോൾ സാറ് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് തന്നിരിക്കുന്നത്. ജാക്ക് ഫ്രൂട്ട് ഉണ്ട്. ഇതിന്റെ പേരെന്താ സാറേ? ബറാബ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ പഴവും. തൃശ്ശൂരിൽ നിന്ന് എത്തി എൻ്റെ തങ്കവനം കാണാനും കുറച്ച് സമയമെങ്കിലും നല്ലൊരു സൗഹൃദം രൂപപ്പെടാനും സാധിച്ചതിൽ വളരെ സന്തോഷം. ഇനിയും എത്തണം. നിങ്ങളുടെ നാട്ടിലൊക്കെ നമ്മുടെ ഈ
വൽക്കരണത്തെ സംബന്ധിച്ചുള്ള പ്രചോദനരാവാൻ നമുക്ക് ഒരുമിച്ച് യാത്ര തുടരാമെന്ന് ആശംസിക്കുക. അപ്പം ഇത്രയും നേരം നമ്മളോടൊപ്പം നമ്മളുടെ ഈ സാറിൻ്റെ തങ്കവനം കണ്ട് നമ്മളോടൊപ്പം കൂടെ നിന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു വെരി മച്ച്.